വെച്ചിട്ട് നീറ്റിൻ്റെ വീഡിയോസ് തന്നെ കുറേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെയ്യാൻ ഇതുവരെയായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ നീറ്റിന് നമുക്ക് ഒരു മാസം ഇല്ല, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ ഒരാളിനോട് ഡൗട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ ഡൗട്ട് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇനി അറിയാത്തതാണെങ്കിലും ഒരാളുടെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഞാൻ 24ഉം 25ലും എക്സാമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടിലും എനിക്ക് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്ന് കുറച്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മൈൻഡ് സെറ്റ് ചെയ്യുക, ഫസ്റ്റ് കാര്യം അതാണ്. പാനിക് ആൻഡ് മൈൻഡ്. നമ്മളിത് രണ്ടിനും നല്ലൊരു എന്താ പറയുക, എക്സാമിൽ നമുക്ക് നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ 24th എക്സാമിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം, ഭയങ്കര സിമ്പിളായിരുന്നു അല്ലേ. അതുപോലെ 25ൽ ഭയങ്കര ടഫ് ആയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ലെവലിലും ഞാൻ എക്സാം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഭയങ്കര സിമ്പിളായിട്ടൊരു എക്സാം, ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ 24 എക്സാം എഴുതുമ്പോൾ ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് നീറ്റ് കിട്ടി, ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഞാൻ കയറും, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് തന്നെ. അതേപോലെ 25ലാണെങ്കിൽ ഞാൻ എക്സാം ഹാളിൽ ഇരുന്ന് കരഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് സംഭവിക്കാനുള്ള ഒരു കാരണം ചിലപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കും, ചിലപ്പോൾ എന്നല്ല ഞാനത് ഇരുന്ന് പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ 24ൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കോൺഷ്യസ് ആയിട്ട് മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഒന്നും കൂടി എഴുതിയിരുന്നെങ്കിൽ, നല്ലൊരു ഇതിൽ എഴുതിയിരുന്നെങ്കിൽ കുറേ സില്ലി മിസ്റ്റേക്ക് എനിക്ക് കുറയ്ക്കാൻ പറ്റിയത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര സിമ്പിളാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന, എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ മൈൻഡ് എന്തെങ്കിലും പോണത് എനിക്ക് കിട്ടും, അല്ലെ എങ്ങനെ വായിച്ചാൽ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ കുഴപ്പമില്ല ആ ഒരു രീതി. ഇത് എങ്ങനെയെങ്കിലും എഴുതി തീർന്ന് ആ ഒരു വർഷത്തെ നമ്മളൊരു അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിന് ഇതിവിടെ അതോടെ തീരുകയാണെന്നുള്ളതും കൂടി മനസ്സിലേക്ക് കൊണ്ട് വരികയാണ്. അപ്പം കിട്ടി, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളായല്ലോ, അപ്പോൾ എന്തായാലും കിട്ടി. അപ്പോൾ ഞാൻ ഇന്നത്തോടെ തീർന്ന്, അതൊക്കെ എൻ്റെ മൈൻഡിലേക്ക് വന്നു, അതല്ലാതെ വരേണ്ടത്. പക്ഷേ എനിക്ക് ഒന്നും കൂടി ആ ഒരു മനസ്സിരുത്തി, കാരണം ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ, ഇത് കഴിഞ്ഞ ഒരു ടൈം ഇല്ല എന്നുള്ളതായിരുന്നു വരുന്നത്. ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ഇതായിരുന്നു ഉള്ളിൽ നിന്ന് വരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് ഒരുപാട് സില്ലി മിസ്റ്റേക്സ് ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ 25ലാണെങ്കിൽ നല്ല ടഫായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഫിസിക്സ് എന്നാണ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഫിസിക്സ് അറ്റൻഡ് ചെയ്ത് എനിക്ക് നല്ല പണി കിട്ടിയ അവസ്ഥയായിരുന്നു. കാരണം ഫിസിക്സ് നല്ല ടഫായിരുന്നു. അത് ഞാൻ 45th ക്വസ്റ്റ്യൻസ് തൊട്ട് അറ്റൻഡ് ചെയ്യുക. ഈ 45th ക്വസ്റ്റ്യൻസിലാണ് എന്ത് കിടക്കുന്നത്, ഭയങ്കര IIT ലെവലിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ 45th ക്വസ്റ്റ്യൻ 44ലൊക്കെ ആയിരുന്നു എൻ്റെ സീരീസിൽ ഉണ്ടായിരുന്നത്. ഞാൻ അത് വെച്ച് കുറേ ടൈം ഇരുന്നു, ഒരു 40 ക്വസ്റ്റ്യൻ, ഒരു 5 ക്വസ്റ്റ്യന് വരെ ഞാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിട്ടാണ് ചെയ്ത് തരുന്നത്. അപ്പോൾ അരമണിക്കൂർ 5 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ടൈം ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ പോരെ. അപ്പം അങ്ങനെ കുറേ മിസ്റ്റേക്സ്. പിന്നെ അത് കിട്ടാതായപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഫുള്ള് പോയി. കാരണം ഫിസിക്സിന് ഇത്രയും ടൈം എടുത്ത്, ഇനി കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ള് മൈൻഡ് അങ്ങോട്ട് എന്താ പറയുക, വെപ്രാളാവാൻ തുടങ്ങി. ഇത്രയും ടൈം ഉണ്ടില്ല. അപ്പം ആ വെപ്രാളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പലർക്കും വെപ്രാളപ്പെട്ടാലും പലതും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ തന്നെയായിരിക്കും നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും. കുറേ പേരെ കയ്യിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര വെപ്രാളപ്പെട്ടാൽ എനിക്ക് പിന്നെ പലതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ് ചെയ്യുക. ചിലപ്പം ടഫ് ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ മോഡറേറ്റ് ആവാം, ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പം എങ്ങനെ ആയാലും അതിനനുസരിച്ച് ഞാൻ എൻ്റെ മാക്സിമം എടുത്ത് അത് ക്വസ്റ്റ്യൻ വായിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് മൈൻഡ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. എങ്ങനെ വന്നാലും ചിലപ്പോൾ ഇനി ടഫ് ആയിക്കോട്ടെ, ടഫായാലും നമ്മളെ കട്ട് ഓഫ് കുറയും, നല്ല സീറ്റൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ സിമ്പിൾ ആയാലും നമ്മൾ നല്ല രീതിക്ക് അത് എഴുതി നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സീറ്റൊക്കെ കിട്ടും. അപ്പോൾ മോഡറേറ്റ് ആയ അത്രയും സിമ്പിൾ, കാരണം വെച്ചാൽ ഒരു മീഡിയം ലെവലിലൊക്കെ നിൽക്കും. ഇപ്പോൾ ഒരു 600 ഒക്കെയാണെങ്കിൽ നമുക്ക് എന്തായാലും കയറാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് മൈൻഡ് സെറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ്. ഈ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. കാരണം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ 1 മിനിറ്റ് ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് 30 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 20 സെക്കൻഡ്സിലൊക്കെ കാര്യം തീർത്തിട്ടുണ്ടായിരുന്നു. ഈ 20 സെക്കൻഡ്സിലും അതേപോലെ തന്നെ 30 സെക്കൻഡ്സിലൊക്കെ ഞാൻ പെട്ടെന്ന് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ചില സമയത്ത് അത് നമ്മൾ ഈ ബയോളജിക്ക് വായിക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടാവും, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, പാസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. പാസീവ് റീഡിംഗ് നമുക്ക് ബയോളജി എല്ലാം നമുക്കറിയാം, കാരണം 2 ടെക്സ്റ്റ് ബുക്കല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഫുള്ള് നമ്മൾ വായിച്ച് തീർത്ത ആൾക്കാരാണ്, ഇനി നമുക്കിതിലൊന്നും വായിക്കാനില്ല, അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരിക്കും അല്ലേ. പക്ഷേ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അറിയാത്തതെന്നുണ്ട്, നമ്മൾ ഈ പാസീവായിട്ട് റീഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സില്ലി മിസ്റ്റേക്സ് വരും. അപ്പോൾ നമ്മൾ സിമ്പിളായെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു അപ്പോസ്ട്രഫിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുത്തിലോ കോമയിലോ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ആ കുത്തിലോ കോമയിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആ ഒരു 3 മണിക്കൂർ നമ്മൾ ആ കുത്തും കോമയ്ക്കും നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് എന്താണ് 30 സെക്കൻഡ്സിൽ കഴിയുന്നതായിക്കോട്ടെ, പക്ഷെ അപ്പം തന്നെ മാർക്ക് ചെയ്ത് ഒന്നും കൂടി പിന്നെ തന്നെ അല്ലേ ഒന്ന് ഉറപ്പ് വരുത്തുക.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിമ്പിൾ ആയാൽ ഉണ്ടാവാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് സില്ലി മിസ്റ്റേക്ക്. ആ സില്ലി മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും കാലം ടൈം എടുത്തു. അപ്പോൾ ഇതും കൂടി ഒന്ന് മര്യാദക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആ ഒരു 3 മണിക്കൂറും കൂടി നമ്മൾ മര്യാദക്കൊന്ന് വായിച്ചതൊന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരു 1, 2, 3 റൗണ്ടിലൂടെ കടന്നു പോകുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ആദ്യൊരു ക്വസ്റ്റ്യൻ കിട്ടി അതിൽ ഒരുപാട് ടൈം കളയുന്നതിന് നേരത്തെ പറഞ്ഞല്ലേ. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 1 റൗണ്ട് അല്ലെങ്കിൽ 2 റൗണ്ട് 3 റൗണ്ടാണ് മാക്സിമം എല്ലാവരും ചെയ്യുക. കുറേ പേരൊക്കെ 3 റൗണ്ട് വരെ ചെയ്യും. അപ്പോൾ 1 റൗണ്ട് മാത്രം നിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാൾ നല്ലത് ഒരു 2 റൗണ്ട്. അപ്പോൾ അതിപ്പോൾ തന്നെ നമ്മളിപ്പോൾ കുറേ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം നമുക്കത് ലാസ്റ്റ് എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ ഈ റൗണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ വേഗം വരെ ചെയ്ത് പോകുക, കിട്ടാത്ത മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. പിന്നെ അടുത്ത റൗണ്ട് വരുമ്പോൾ ആ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആ രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അപ്പോൾ അത് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യുക. അങ്ങനെ റൗണ്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ടൈം അനുസരിച്ച് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ റൗണ്ടായിട്ട് ചെയ്ത് നമുക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എക്സാം നല്ല രീതിക്ക് എഴുതാൻ നോക്കുക. ഇനിയും കുറേ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെ